നമസ്കാരം. കലോത്സവ മാനുവൽ പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിനായുള്ള കരട് റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയിലാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മാനുവൽ പരിഷ്കരണം നിലവിൽ വരുന്നതോടെ സംസ്ഥാന സ്കൂൾ കലോത്സവം അടിമുടി മാറും. അതായത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് SSLC പരീക്ഷയുടെ മാർക്കിനൊപ്പം ചേർക്കില്ല എന്നതാണ് കലോത്സവ മാനുവൽ പരിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം. നൃത്ത ഇനങ്ങളിൽ മത്സരാർത്ഥികളുടെ അമിത ആഡംബരങ്ങൾക്ക് മൈനസ് മാർക്ക് നൽകുമെന്നും നിർദ്ദേശങ്ങളിലുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. കലോത്സവത്തിലെ അനാരോഗ്യ പ്രവണതകൾക്ക് നിയന്ത്രണം നൽകുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഗ്രേസ് മാർക്കിനായുള്ള അനിയന്ത്രിത അപ്പീൽ തടയും. നിലവിൽ A ഗ്രേഡ് ലഭിക്കുന്നവർക്ക് 30 മാർക്കാണ് ഗ്രേസ് നൽകുന്നത്. ഗ്രേസ് മാർക്ക് പരീക്ഷയുടെ മാർക്കിനൊപ്പം ചേർക്കില്ല. പകരം SSLC സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് പ്രത്യേകം ചേർക്കും. ഉപരിപഠനത്തിന് ഗ്രേസ് മാർക്ക് വെയിറ്റേജായി പരിഗണിക്കുമെന്നും കലോത്സവ മാനുവൽ പരിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങളിലുണ്ട്. നിലവിൽ ഗ്രേസ് മാർക്ക് SSLC മാർക്കിനൊപ്പം ചേർക്കുന്നത് വിജയ ശതമാനവും ഉയർത്തുന്നുണ്ട്. ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റിലെ മാർക്കിനൊപ്പം ചേർക്കുന്നത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇപ്പോഴുള്ള വിജയ ശതമാനം ഒരുപക്ഷെ കുറഞ്ഞേക്കാം. സംഗീത നൃത്ത മത്സരങ്ങൾക്കൊപ്പം വൈവ മാതൃകയിൽ വിധികർത്താക്കളുടെ ചോദ്യങ്ങളും ഉണ്ടാകും. ഓരോ മത്സരാർത്ഥികളുടെയും അറിവ് പരിഗണിച്ചായിരിക്കും ഗ്രേഡ് നൽകുക. ആടയാഭരണങ്ങൾ അമിതമായാൽ മൈനസ് മാർക്കിടും. ഗോത്ര കലാരൂപങ്ങൾ മത്സര ഇനമായി പരിഗണിക്കും. എല്ലാ മത്സര ഇനങ്ങളുടെയും നിയമാവലി പരിഷ്കരിക്കും. കലാപ്രതിഭ, കലാതിലക പട്ടങ്ങൾ ഒഴിവാക്കിയ ശേഷം ഗ്രേസ് മാർക്കായിരുന്നു വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. അതിനാൽ ഗ്രേസ് മാർക്ക് SSLC മാർക്കിനൊപ്പം ചേർക്കുന്നത് ഒഴിവാക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമുയരാൻ സാധ്യതയുണ്ട്. DPIയുടെ നേതൃത്വത്തിലുള്ള 11 അംഗ സമിതിയുടെ ശുപാർശയിൽ സർക്കാരിൻ്റെ അന്തിമ തീരുമാനം കാത്തിരിക്കുകയാണ് കലാകേരളം.